ലോകമുറ്റുനോക്കുന്ന ആണവ പദ്ധതിയെപ്പറ്റിയുള്ള നിർണായക വെളിപ്പെടുത്തലുമായി ഇറാൻ. ഇസ്രായേലിൻ്റെയും US-ൻ്റെയും ആക്രമണത്തിൽ ഇറാൻ്റെ ആണവ നിലയങ്ങൾ തകർന്നതായും സമ്പുഷ്ടീകരിച്ച യുറേനിയം അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും ഈ അവസ്ഥയിൽ ആണവായുധ നിർമ്മാണം അപ്രാപ്യമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി വ്യക്തമാക്കി. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി വ്യക്തമാക്കിയതിൽ പ്രകാരം അവരുടെ സമ്പുഷ്ട യുറേനിയം ശേഖരം ഇപ്പോൾ ബോംബാക്രമണത്തിൽ തകർന്ന ആണവ കേന്ദ്രങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. തങ്ങളുടെ മുഴുവൻ ആണവ സമ്പുഷ്ട വസ്തുക്കളും ആക്രമിക്കപ്പെട്ട കേന്ദ്രങ്ങളുടെ അവശിഷ്ടങ്ങളുടെ ഇടയിലാണ്. നിലവിൽ ഐക്യരാഷ്ട്രസഭയുടെ ആണവോർജ്ജ ഏജൻസി അവിടങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അറാഖ്ചി വ്യക്തമാക്കുന്നു. ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഭാഗമായി നഥാൻസ്, ഇസ്ഫഹാൻ കേന്ദ്രങ്ങളിലേക്കും അമേരിക്കൻ B-2 സ്റ്റീൽ ബോംബർമാർ നടത്തിയ പ്രത്യേക ആക്രമണത്തിൽ ഫോർഡോ കേന്ദ്രത്തിലേക്കും ശക്തമായ ആക്രമണമാണ് ഉണ്ടായത്. ഇറാനിലെ ആണവസ്ഥിതി സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുന്നത് ഇതാദ്യമാണെന്നാണ് നിരീക്ഷകർ പറയുന്നത്. അതേസമയം ഇറാനും IAEA-യും തമ്മിൽ ആണവ പരിശോധന പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. IAEA മേധാവി റഫേൽ ഗ്രോസി ബുധനാഴ്ച പ്രഖ്യാപിച്ചിരുന്നു, ഇറാനിലെ എല്ലാ ആണവ സ്ഥാപനങ്ങളിലേക്കും ആക്രമിക്കപ്പെട്ട കേന്ദ്രങ്ങളടക്കം ആണവ വസ്തുക്കൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പൂർണ്ണമായ ധാരണാപത്രം ഒപ്പുവച്ചിരിക്കുന്നുവെന്ന്. എന്നാൽ അറാഖ്ചി പിന്നീട് പ്രതികരിക്കുമ്പോൾ IAEA-യ്ക്ക് എല്ലാ കേന്ദ്രങ്ങളിലേക്കും പ്രവേശനം ഉറപ്പാക്കുന്ന വിധത്തിലുള്ള കരാർ ഇതുവരെ ഉണ്ടായിട്ടില്ല, പരിശോധനയുടെ രീതി സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ വേണമെന്നും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയിൽ ഇസ്രായേലോ US-ഓ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖൈന ന്യൂസ്.